ഇന്ത്യ എന്ന മഹാരാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഉയരക്കേമന്മാരായ കൊമ്പന്മാരിലെ പ്രമുഖൻ. സാംസ്കാരിക വൈവിധ്യം കൊണ്ട് ഏറെ സമ്പന്നമായ ഈ രാജ്യത്തെ ഏറ്റവും നയനാനന്ദകരവും പ്രകൃതി രമണീയവുമായ ഗ്രാമങ്ങളിലൊന്ന് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിൻ്റെ നാട്ടിടവഴികളിലൂടെയും പച്ചപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡിലൂടെയും ഇപ്പോൾ ചുവടുവെച്ച് വരുന്നത് ഞാനാണ്, കാളിദാസൻ. പെരുമ കൊണ്ട് മലയാള മണ്ണിൽ പുതിയ ചരിത്രങ്ങൾ വിരചിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവൻ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവർ ഏറെ സ്നേഹവാത്സല്യങ്ങളോടെ വിശേഷിപ്പിക്കാറുള്ള നിങ്ങളുടെ സ്വന്തം ചിറക്കൽ കാളിദാസൻ. മലയാള മണ്ണിൽ ഇന്ന് കിട്ടാവുന്നതിലേറ്റവും സുന്ദരമായ ലൊക്കേഷനും പിന്നെ ഈ ഞാനും ഒത്തുചേരുന്ന ഒരു അടിപൊളി കോംബോയിലേക്കാണ് ഇക്കുറി ഞാനും ശ്രീ 4 എലിഫൻസ് ടീമും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തமான ചാനൽ ശ്രീ 4 എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു അധ്യായമാണ്. ഏറെ സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും ആനകളെക്കുറിച്ചാണ് പറയുന്നത്, ആനകളെയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ പ്രമേയം അതായതുകൊണ്ട് അതിനപ്പുറം വിട്ട് ഒന്നും നമുക്ക് കാണിക്കാനോ പറയുവാനോ കഴിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ചില ആനകളുണ്ടാവും, ചില ലൊക്കേഷനുകളുണ്ടാവും. ചേതോഹരമായ ലൊക്കേഷനുകളിൽ നല്ല ആനകളെ കൊണ്ടുപോയി ചിത്രീകരിക്കാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൊക്കേഷനിലേക്ക് അവർ ഒത്തുകിട്ടുമ്പോൾ അത് നമുക്ക് പകർന്നു തരുന്ന സന്തോഷം വളരെ വലുതാണ്. ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഉയരക്കേമന്മാരിൽ പ്രമുഖനായ ഒരു ആന നിങ്ങൾക്കറിയാം, ചിറക്കൽ കാളിദാസൻ. ഉയരത്തിൽ കാളിദാസന്റെ പ്രാധാന്യം, ബാഹുബലി എന്ന സിനിമ കാളിദാസന് സമ്മാനിച്ച താരപരിവേഷം, ഇതെല്ലാം ആനക്കമ്പക്കാർക്കും മലയാളി പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ ഒരു അധ്യായം ഞങ്ങൾക്ക് വേണ്ടി കാളിദാസൻ തന്നെയാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരുന്നത്. കണ്ടു നോക്കുക നമ്മുടെ ചാനൽ, നമ്മുടെ വീഡിയോസ്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരുന്നു. അതിനൊപ്പം തന്നെ ശ്രീ 4 എലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ വളരെ വളരെ സന്തോഷം. അപ്പോൾ എങ്ങനെയാ, നമുക്കങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഇവിടെ കൊല്ലങ്കോട്ട് ഇന്നലെ ശ്രീ പൂരട്ടിൽ ഭഗവതി ക്ഷേത്രത്തിൽ കവറ ആറാട്ടുത്സവം ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, മാവേലിക്കര ഗണപതി, കുറുപ്പത്ത് ശിവശങ്കരൻ, പെരിങ്ങലപ്പുറം അപ്പു, അക്കാവിള വിഷ്ണുനാരായണൻ എന്നിവരും ഈ ഉത്സവത്തിനായി എത്തിച്ചേർന്നതാണ്. കൊല്ലങ്കോട്ടുള്ള നിതീഷിൻ്റെ തൊടിയിലെ വിശ്രമവും കുളിയും എല്ലാം കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം സ്ഥലം വിട്ടു. പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം ചെലവഴിക്കാനാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ കൊല്ലങ്കോടിൻ്റെ എത്ര കണ്ടാലും കൊതി തീരാത്ത ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങാം. കർണാടകയിലെ ഒരു ആനക്യാമ്പിലായിരുന്നു എൻ്റെ ബാല്യകൗമാരങ്ങൾ. ഞങ്ങളുടെ കൂട്ടത്തിലെ നല്ലൊരു ശതമാനത്തിനും സംഭവിക്കാറുള്ളത് പോലെ ഒരപകടത്തിൽ അല്ലെങ്കിൽ തുള്ളിക്കുതിപ്പിനിടയിലുള്ള ഒരു കൂട്ടം തെറ്റലിൽ കാട്ടിലെ കൂട്ടുകുടുംബത്തിൽ നിന്നും മനുഷ്യർക്കിടയിലേക്ക് വന്നുപെട്ട കഥ തന്നെയാണ്
എനിക്കും പറയാനുള്ളത്. മനുഷ്യർക്കിടയിൽ ജീവിച്ചു പോകാനുള്ള അത്യാവശ്യം പരിശീലനം തന്നു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള ആന ക്യാമ്പുകളിൽ നിന്നും ലേലം വിളിച്ച് ഞങ്ങളെ പുറത്തുവിടും. പിന്നെ നമ്മളായി, നമ്മുടെ പാടായി. എത്ര തിന്നാലും ഏതു നേരവും തിന്നുകൊണ്ട് മാത്രം ഇരുന്നാലും വണ്ണം വയ്ക്കില്ലാത്ത എന്നെപ്പോലുള്ളവരെ ഒറ്റപ്പാളി ആനകൾ എന്നാണ് ആന ഫീൽഡിൽ പറയപ്പെടുന്നത്. പല ആനകളെ കയറിയിട്ടുണ്ട് അല്ലേ? ഒരുപാട് എഴുന്നേൽപ്പെടുക്കാതെ ആന തടിപ്പണി തന്നെ പോകുന്ന ആനകളെ കയറിയിട്ടുണ്ട്. പഴയ മറ്റേ രാജേന്ദ്രനടക്കം. ഇതിനു മുമ്പ് നമ്മൾ കയറിയിട്ടുള്ള ആനകളിൽ ഏത് ഈ കാളിദാസനുമായിട്ട് അവൻ്റെ രൂപത്തിലും ഇതിലൊക്കെ ഏറ്റവും അടുപ്പം തോന്നിയിട്ടുള്ള ഏതെങ്കിലും ഒരു ആന അങ്ങനെ കണ്ടിട്ടുണ്ടോ? കാളിദാസനോട് ഏതെങ്കിലും രീതിയിൽ ഇതൊരു കാളിദാസനെ പോലെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ആന? കാളിദാസനെ പോലെ ഒരു സ്വഭാവം ഇതുമായിരുന്നു കുത്തൂഴി കേശവൻ എന്ന് പറഞ്ഞ ഒരു ആന ഞാൻ നിൽക്കുമ്പോൾ. അത് ഈ പറഞ്ഞ കാര്യം ആ മതപ്പാടിലുള്ള ഇതുള്ളൂ, അല്ലാതെ വേറെ ശല്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ ഒരു ഇതാണ്. ഇതുപോലെ ഒരു ശാന്ത സ്വഭാവം, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതും ഒരു അത്യാവശ്യം വലിയ ആനയായിരുന്നു. കുത്തൂഴി കേശവൻ അത്ര? കുത്തൂഴി കേശവൻ എവിടെയിരുന്നത്? ഏത് ഭാഗത്ത്? അത് നമ്മുടെ വട്ടേക്കാട് ഇരുമൽപ്പടി. കുത്തൂഴി കോതമംഗലത്തായിരുന്നു. അവിടുന്ന് ഇരുമൽപ്പടി വട്ടേക്കാട് മേടിച്ച് കഴിഞ്ഞിട്ടാണ് ആന ശരിയാണ്. അപ്പൊ ഈ കുത്തൂഴി കേശവന് ഏതാണ്ട് ഇതുപോലത്തെ ഒറ്റപ്പാളി തന്നെ ഇരുന്നു. അതും ഒറ്റപ്പാളി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ഒരു അതുപോലെ തന്നെയുള്ള ഒരു ആന. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, പക്ഷെ ഒരുപാട് പടർപ്പില്ല, അത്യാവശ്യം ഇതുണ്ട്. നല്ല ഇതായിരുന്നു. ഇപ്പൊ ഒറ്റപ്പാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുരുജിയിൽ ആന ഒറ്റപ്പാളിയാണ്. ഗുരുജിയിലെ അതിലുള്ള ഒരു ബാലനാരായണ. പിന്നെ നമ്മുടെ ഗുരുജിയുടെ തന്നെ ശിവനാരായണനുണ്ട്. അതും ഈ ആനയുടെ ഒരുപോലെ ഇതേപോലെ തന്നെ നമ്മുടെ എനിക്ക് തോന്നുന്നു വെളപ്പായ ആനക്കുട്ടി ഒരു ഒറ്റപ്പാളി തന്നെയാണ്. ഒറ്റപ്പാളി ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെറുക്കര ശ്രീരാം അതും ഒരു ഒറ്റപ്പാളി ഗണത്തിൽപ്പെട്ട ആന. അവർ ശരീരം വരില്ല. അങ്ങനെ ഒരു അതും ഭക്ഷണമായിട്ട് യാതൊരു ബന്ധവും ഭക്ഷണത്തിലൊന്നും കാര്യമില്ല. എങ്ങനത്തെ ആഹാരം കഴിച്ചാലും ആ ശരീരം ഈ ഒരു മെനിയിലെ നിൽക്കുള്ളൂ. കാളിദാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നീര് കഴിഞ്ഞ് കഴിച്ചാലും 10-40 കിലോ ലേഹ്യം കൊടുക്കും, അതിനനുസരിച്ചുള്ള മരുന്നുകളെല്ലാം കൊടുക്കും. പക്ഷെ ആനയ്ക്ക് ആരോഗ്യം ഉണ്ടാവും, പക്ഷെ ശരീരം ഇത് കൂടുതൽ വരില്ല. വണ്ണം വയ്ക്കില്ല, ശരീരം ഇതുപോലെ തന്നെ ഇരിക്കും. പക്ഷെ ആ സംഗതി ആനയ്ക്ക് നല്ല ആരോഗ്യമുണ്ട്. അതാണ് ആനകളുടെ ഒറ്റപ്പാളി ഗണത്തിൽപ്പെട്ട. മനുഷ്യരെ പോലെ തന്നെ അതുപോലെ തന്നെയാണ് ആനകളുടെ ഇത്. ഇന്നും അധികം വണ്ണം വയ്ക്കുന്ന ടൈപ്പ് അല്ലാത്ത സ്ലിം ബോഡിക്കാരനായ എൻ്റെ അന്നത്തെ അവസ്ഥ പറയാതിരിക്കുന്നതാണ് ഭേദം. സ്വതവേ മെലിഞ്ഞുണങ്ങിയ കുട്ടി, അതിൻ്റെ ഒപ്പം അവലക്ഷണം പിടിച്ച പോലത്തെ 2 കോന്ത്രൻ പല്ലുകൾ കൂടിയായാലോ. പരസ്പരം കെട്ടുപിണയാനെന്ന പോലെ ഉള്ളിലേക്ക് വളരുന്ന 2 കൂട്ടുകൊമ്പുകൾ. അബദ്ധത്തിൽ മുഖത്തേക്ക് നോക്കുന്നവർ പോലും മുഖം തിരിച്ചു കളയുമ്പോഴുള്ള അവസ്ഥ. സത്യം പറഞ്ഞാൽ ഏതാണ്ട് അങ്ങനെ തന്നെയായിരുന്നു. ആനക്യാമ്പിലെ അന്നത്തെ അമുൽ ബേബികളുടെ പരിഹാസവും കൊള്ളിവാക്കുകളും മനസ്സിൽ തറച്ച് പല രാത്രികളിലും ഉറക്കം വരാതെ കരഞ്ഞു വെളുപ്പിച്ചിട്ടുണ്ട്. ഉറക്കച്ചടവും കരഞ്ഞു വീർത്ത മുഖവും കാണുമ്പോൾ തന്നെ അന്ന് എൻ്റെ ചുമതലക്കാരിൽ ഒരാളായിരുന്ന തിമ്മപ്പയ്ക്ക് കാര്യം മനസ്സിലാവും. അയാൾ ಆಶ್ವಾಸಿപ്പിക്കും. ಚಿಂದಿಸಬೇಡ ಮಗು, ನಿನಗೂ 2 ದಿನ ಒಳ್ಳೆಯ ಸಮಯ ಸಿಗುತ್ತದೆ. ನಿನ್ನ ಹಿಟ್ಟು ಕೂಡ ಅರಳೆಟ್ಟುದೆ. വിഷമിക്കേണ്ട കണ്ണ, നിനക്കും ഒരു നല്ല കാലം വരും, നിന്റെ മാവും പൂക്കും എന്നാണ് മലയാള ഭാഷയിൽ ഏകദേശം നമുക്കതിൻ്റെ അർത്ഥം പറയാവുന്നത്. നല്ല കാലം വരും എന്ന് പറഞ്ഞ് എന്നിൽ ആത്മവിശ്വാസം വളർത്തിയ ആ മനുഷ്യൻ്റെ നാവ്, അത് അക്ഷരാർത്ഥത്തിൽ തന്നെ പൊന്നായി കൂട്ടുകാരെ. ഇന്നിപ്പോൾ പേരിൻ്റെയും പ്രസിദ്ധിയുടെയും ഉള്ളംകൈയിലേറിയാണ് എൻ്റെ യാത്രകൾ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട കുട്ടിയാനകൾ അല്ലെങ്കിൽ ഇളമുറ തമ്പുരാക്കന്മാരെ എടുത്തു കഴിഞ്ഞാൽ പ്രതീക്ഷ കൽപ്പിക്കുന്ന ചില ആനകളുണ്ട്. അതുപോലെ ഒരു പ്രതീക്ഷ കാണുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒറ്റപ്പാളി ആന അന്ന് കാണുമ്പോഴും നമുക്ക് തോന്നിയിരുന്നു ഈ ആന വളരും എന്ന് തോന്നി. വല്ലാണ്ട് ശരീരം വരില്ല. ഈ ആനയുടെ പ്രകൃതി എപ്പോഴും എങ്ങനെയാ, ഇത് തന്നെ, ഇതേ രൂപം തന്നെയായിരുന്നു. ആന ഉടലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും
ഇത് വളരെ ഒരു പടർപ്പെന്ന് പറയാൻ പടർന്ന് ഇതാവില്ല, അല്ലാണ്ട് ശരീരം വലുതായിട്ട് ഇതായിട്ട് തോന്നില്ല. എത്ര കഴിക്കാൻ കൊടുത്താലും എന്ത് ഒരു കാര്യമില്ല, ഇതേപോലെ നിൽക്കും. പൊന്നരച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും ആന ഇങ്ങനെ തന്നെ നിൽക്കും. അതിന്ന് ഇത് ഏത് വർഷമാണ് കാളിദാസൻ പിന്നെ നമ്മുടെ ഒരു പറയുമല്ലോ ആദ്യത്തെ മോഡ മാറി ഒരു നീരുറയ്ക്കുന്ന കാലഘട്ടത്തിൽ ആദ്യത്തെ 5 മതപ്പാടിലൊക്കെയാണ് ആനയുടെ പറയാറുള്ളത്. വളർച്ച അങ്ങനെ മധുവേട്ടൻ്റെ ഒരു നോട്ടത്തിൽ കാളിദാസൻ ഉയരത്തില് ഒരു കുതിച്ചാട്ടം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ ഏത് വർഷങ്ങളിലായിരുന്നത്? എല്ലാ വർഷവും ആന മാറ്റം വരുന്നുണ്ട്. നമ്മൾ 5 വർഷം കൂടുമ്പോൾ ആനയുടെ നമ്മൾ ഈ ആനയ്ക്ക് കേരള ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഓണർഷിപ്പ് പുതുക്കുമ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ആനയുടെ അളവും കാര്യങ്ങളും എടുക്കുമ്പോൾ കറക്റ്റ് ശ്രദ്ധിക്കാറ്. അപ്പോൾ ഓരോ 5 കൊല്ലം കൂടുമ്പോൾ ആന ഇളക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റങ്ങൾ കാണുന്നുണ്ട്, കറക്റ്റ് അറിയാം. നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ മാറ്റങ്ങൾ. ബാഹുബലി സിനിമയ്ക്ക് വേണ്ടി ചിത്രീകരിക്കുവാൻ സംവിധായകൻ രാജമൗലിയുടെ മകനും സംഘവും ഇവിടെ എത്തുകയും ബാഹുബലി ലോകം മുഴുവൻ തരംഗമാവുകയും ചെയ്തതോടെ ചിറയ്ക്കൽ കാളിദാസന് ബാഹുബലി കാളിദാസൻ എന്ന പേരുകൂടി വീണു. ആനക്യാമ്പിൽ നിന്ന് ഒരാശ്രമത്തിലേക്കാണ് എന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നത്. അവിടെ പരമസുഖം. വല്ലപ്പോഴും അവിടുത്തെ മഠാധിപതി കാണാനെത്തുമ്പോൾ എഴുന്നേറ്റൊരു സലാം വയ്ക്കണം. തരുന്നത് സ്നേഹത്തോടെ മേടിച്ചു തിന്നണം. അത്രയേ ഉള്ളൂ പണി. ആരെയും കുഴിമടിയന്മാരാക്കുന്ന അന്തരീക്ഷം. പക്ഷെ അത് നീണ്ടു നിന്നില്ല. പ്രായം പണി പറ്റിച്ചു. കൗമാരത്തിലെത്തിയതോടെ മതപ്പാടിൻ്റെ ലക്ഷണങ്ങൾ കാട്ടാൻ തുടങ്ങി. സ്വന്തം മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത ഏതാനും മാസങ്ങൾ ആശ്രമത്തിലുള്ളവർ അങ്കലാപ്പിലായി. അവസാനം മനസ്സില്ലാ മനസ്സോടെയാണ് അവർ എന്നെ കൈവിട്ട് കളയാൻ തീരുമാനമെടുക്കുന്നത്. കർണാടകത്തിലെ ഒരു മഠത്തിൽ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത പരുവത്തിൽ ഒരുത്തൻ നിൽക്കുന്നുണ്ട്. ഒരാൾ അറിയുന്നു, കണ്ടു നോക്കാൻ ആളെ വിടുന്നു. അത് ഹരിയേട്ടനായിരുന്നു. മലയാള മണ്ണിലേക്ക് ഒട്ടേറെ ആനക്കേമന്മാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ള മനുശ്ശേരി ഹരിയേട്ടനാണ് ആനക്യാമ്പിൽ നിന്നും എന്നെ സ്വന്തമാക്കിയത്. ഒത്തിരി ആനകളെ കണ്ടറിയുകയും കച്ചവടമാക്കുകയും ചെയ്തിട്ടുള്ള ഹരിയേട്ടനും എന്നോടെന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ അദ്ദേഹം ആഗ്രഹിച്ച ഒരാനയെ സ്വന്തമാക്കുന്നതിനായി കുറച്ച് പണത്തിനൊപ്പം പകരം ഒരാന എന്ന നിലയിൽ അവർക്ക് കൊടുത്തത് എന്നെയായിരുന്നു. ഇന്നത്തെ കുട്ടൻകുളങ്ങര അർജുനനെ സ്വന്തമാക്കുന്നതിനായി അവൻ്റെ ഉടമയായിരുന്ന ആറ്റാശ്ശേരി ഹംസയ്ക്കാണ് എന്നെ പകരക്കാരനായി കൊടുക്കുന്നത്. ഈ കാളിദാസൻ ആനക്കുട്ടി ഹരിയേട്ടൻ്റെ കയ്യിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അത് മൈസൂർ ഇങ്ങനെ ഒരു ആനക്കുട്ടി ഉണ്ടെന്ന് പറയുന്നു. അത് കൊടുന്നരപ്പള്ളി കൃഷ്ണസ്വാമി എന്ന് പറഞ്ഞ ആൾ, അയാൾ ഇതിനെ ഇങ്ങനെ നല്ലൊരു ആനക്കുട്ടിയെ കിട്ടാണ്ട് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ശേഷമാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ആദ്യം കണ്ടിട്ടല്ല വാങ്ങുന്നത്? കണ്ടിട്ടല്ല, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത്. അത് കൊണ്ടുവന്ന് നല്ല ആനക്കുട്ടിയാ തോന്നിയപ്പോൾ നമ്മളതിൻ്റെ പൈസ ആദ്യം തന്നെ കൊടുത്തിരുന്നു. പിന്നെ അതിനോടുള്ള താല്പര്യത്തിന് നമ്മളതിനെ നിർത്തി. ഭാവിയിൽ നല്ലൊരു ആനയാവും എന്നുള്ളൊരു പ്രതീക്ഷ അന്ന് തന്നെ ഉണ്ട്. വളരെ നല്ല ആനയാവും. അങ്ങനെ അന്ന് പ്രതീക്ഷ തോന്നിപ്പിച്ച അവൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വെച്ചാൽ നല്ല നീളം, നല്ല ഇടനീളം, പിന്നെ തുമ്പി, ബാക്കിയുള്ള അങ്ങനെ ഓരോ ലക്ഷണങ്ങളും. അതായത് ഈ മൊത്തത്തിലൊരു ആനകളെ കണ്ടാൽ ഈ ആനകളെ പറ്റിയിട്ട് അറിയണവർക്ക് അറിയാം ഈ ആന ഭാവിയിൽ എത്ര വലുതാവും, എന്തൊക്കെ രീതിയിലാവും, അതിനെ പറ്റിയിട്ടൊരു സുമാറൊരു ചിത്രം മനസ്സിലുണ്ടാവും. ആ മനസ്സിലത്തെ ഉദ്ദേശത്തിൽ നമ്മൾ വാങ്ങി അത് നോക്കി അത് അങ്ങനെ തന്നെ. പിന്നെ ഇടക്കാലത്ത് ഇവനെ ഇത്ര ഒരു പ്രതീക്ഷയുള്ളൊരു ആനക്കുട്ടി ഇതിനെ വിൽക്കാനുണ്ടായൊരു സാഹചര്യം എന്താ? വിൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടൻകുളങ്ങര അർജുനൻ എന്ന് പറഞ്ഞ ഒരാളാണ്, അറിയില്ലോ? അർജുനാനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ഒരു സ്നേഹിതൻ്റെ കയ്യിലായിരുന്നു, ഒരു ആറ്റാശ്ശേരി ഹംസ. അപ്പോൾ അയാൾക്ക് അവിടെ ഹംസയ്ക്ക് ഈ അർജുനാനെ കൊണ്ടു നടക്കണതിനുള്ള ചില അപാകതകളൊന്നും വന്നപ്പോൾ ഹംസയുടെ നിർബന്ധപ്രകാരം കൈമാറ്റച്ച അതല്ല, എൻ്റെ കയ്യിലുള്ള ബാക്കി 3-4 ആനക്കുട്ടികളിൽ ഈ ആനക്കുട്ടി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധം. അപ്പോൾ നമുക്ക് അർജുനനോട് താല്പര്യം ഉണ്ടേനും പക്ഷെ ഇതിനോടും താല്പര്യം, പക്ഷെ അതിനെ കിട്ടണമെങ്കിൽ ഇതിനെ കൊടുക്കണം എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മളൊരു നിർബന്ധനാവുമായിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് കയറിപ്പാ
പിന്നെ ഹംസക്കോട് മരണശേഷം ഹരിയേട്ടൻ തന്നെ എന്നെ വീണ്ടെടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിറയ്ക്കൽ മധു എന്ന എൻ്റെ ഇപ്പോഴത്തെ ഉടമ ഒരു ആനക്കുമാരനെ വേണമെന്ന ആഗ്രഹത്തിൽ പലരെയും കണ്ടും കേട്ടും ഊരു ചുറ്റുന്നത്. കൂട്ടത്തിൽ എന്നെയും കണ്ടു. പക്ഷേ സ്വാഭാവികമായും പാവം ഈ കൂട്ടുകൊമ്പനെ ആദ്യം അത്ര ബോധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ അവർ ആനലോകത്തേറെ തഴക്കവും പഴക്കവും ഉണ്ടായിരുന്ന 2 പേർ, ഡോക്ടർ രാധാകൃഷ്ണൻ കൈമളും ഡോക്ടർ KC പണിക്കരുമാണ് ധൈര്യമായിട്ട് എന്നെ ഏറ്റെടുത്തോളാൻ മധുവേട്ടൻ ഉറപ്പ് കൊടുത്തത്. അവരാണ് മധുചേട്ടനോട് ഇതിനെ മേടിക്കാമെന്ന് പറയുന്നത്. അന്ന് മധുചേട്ടൻ ചെന്ന് ഇവനെ ആദ്യമായിട്ട് കാണുന്ന സന്ദർഭത്തിൽ അന്നത്തെ കാളിദാസന്റെ ഒരു രൂപം എങ്ങനെയായിരുന്നു? അന്നത്തെ ഇവർ 2 പേരും നമ്മളോട് മേടിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇവർ 2 പേര് പറയുമ്പോഴും നമ്മൾ ചെന്ന് കാണുന്ന ഒരു ആനെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അപ്പോഴത്തെ ഒരു ചിന്തയും കാണുന്ന ആന അതെന്തായിരുന്നു? അങ്ങനെയായിരുന്നു. ആന വളരെ 8.5 അടി ഉയരമുള്ള ഒരു ആന. 8.5 അടി അന്ന് അത്ര തന്നെ ഉയരുള്ളൂ. പിന്നെ കൂട്ടുകൊമ്പായി നിൽക്കണു. കൂട്ടുകൊമ്പാണ്. നല്ലോണം കൂട്ടുകൊമ്പാണ്. അപ്പോൾ എന്നോട് പണിക്കർ സാറും കൈമൾ സാറും ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ്, ആന വളരും, ഇതും കൊമ്പിൻ്റെ കാര്യത്തിൽ നോക്കണ്ട. അത് കഴിഞ്ഞ് കൊമ്പ് മുറിക്കുന്ന അന്നത്തെ കാലത്ത് ശശി അങ്ങോരാണ് പറഞ്ഞത് ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും, ആളെ തന്നെ അതിന് വേണ്ടി ക്ലാമ്പ് ഉണ്ടാക്കി തന്നതും ഉറപ്പ് പറഞ്ഞല്ലേ. അത് ആള് പറഞ്ഞു ഒരു 5 കൊല്ലം കൊണ്ട് ഇത് മാറ്റിയെടുക്കാൻ പറ്റും. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. രണ്ട് പതിറ്റാണ്ട് കൊണ്ട് എന്തൊക്കെ മാറി മറിഞ്ഞു. കൈമൾ ഡോക്ടർ ഇപ്പോൾ നമുക്കൊപ്പമില്ല. പണിക്കർ ഡോക്ടറും പ്രായാധിക്യത്താൽ വിശ്രമത്തിലാണ്. അന്ന് മധുച്ചേട്ടൻ്റെ തറവാട്ടിൽ എനിക്കൊപ്പമുണ്ടായിരുന്ന ചിറയ്ക്കൽ മഹാദേവനും അകാലത്തിൽ വിട പറഞ്ഞു. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കുറുമ്പനാണ് ഇന്നത്തെ കുഴൽമാണിക്യം മേഘാർജുൻ എന്ന താമര ചെവിയൻ. ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന സംവിധായകനും ക്യാമറാമാനും ഉൾപ്പെടുന്ന ടീം കുറേ വർഷങ്ങൾക്ക് അപ്പുറവും എന്നെ പകർത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതകഥ ഒരു പരിധിവരെയൊക്കെ ആനപ്രേമികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാളിദാസനെയും ചേട്ടൻ്റെ മഹാദേവനെ കുറിച്ചൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ആവണപ്പറമ്പ് തിരുമേനി ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ മഹേശ്വരൻ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു, CA മേനോൻ സാറുണ്ടായിരുന്നു, മാടമ്പ് സാറുണ്ടായിരുന്നു. അതൊക്കെ ഒരു തലമുറ. അവരുടെ കൂടെ തന്നെ പൂമുള്ളി ഉണ്ണിത്തമ്പുരാനും പിന്നെ നമ്മുടെ മഹേഷിനെ പോലെ കുറച്ച് പേരൊക്കെയാണ് ഇനി ബാക്കി നമ്മളൊക്കെയാണ് ബാക്കിയുള്ളത്. അതൊരു വലിയൊരു കാലഘട്ടം അല്ലേ? അന്ന് നമ്മൾ സംസാരിച്ചതിൽ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കാളിദാസനെ കണ്ടെത്തുന്നതും അവനെ സ്വന്തമാക്കാൻ തീരുമാനിക്കുക, ആനകളൊക്കെ മേടിക്കാവുന്ന ഒരു കാലം. പക്ഷേ ഏതാണ്ട് 18 വർഷങ്ങൾക്കപ്പുറം അന്ന് ഞാൻ ഉൾപ്പെടെയുള്ള ആനപ്പിറപ്പുകളുടെ ജീവിതങ്ങൾ ആകാംക്ഷയോടെയും അത്യുത്സാഹത്തോടെയും TV-ക്ക് മുന്നിലിരുന്ന് കാണുമായിരുന്ന കുട്ടികൾ അവരൊക്കെ ഇപ്പോൾ വലിയ ഉദ്യോഗക്കാരും കുടുംബസ്ഥന്മാരും ആയിക്കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അന്ന് തൃശ്ശൂരിലെ പ്രമുഖ ആനക്കരാറുകാരനും ഒരിക്കൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന രാമേട്ടൻ്റെ ഉടമയുമായിരുന്ന KN വെങ്കിടാദ്രി എന്ന രാജുസ്വാമിയാണ് എന്നെക്കുറിച്ചും എൻ്റെ ഉടമയായ ചിറയ്ക്കൽ മധുച്ചേട്ടനെക്കുറിച്ചും ആ ടീമിനോട് സൂചിപ്പിക്കുന്നത്. ഭാവിയിലേക്കുള്ള ഒരാന, വളരാവുന്ന ഒരാന എന്നാണ് അന്ന് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രവചനവും പ്രതീക്ഷയും പോലെ ഈ 2 പതിറ്റാണ്ട് കൊണ്ട് ഞാനും കുറച്ച് വളർന്നു എന്നതാണ് സത്യം. അന്ന് ആദ്യം ഞാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തുമ്പോൾ കണ്ണുമണി എന്ന പേരിൽ ആനലോകത്ത് അറിയപ്പെടുന്ന മണിച്ചേട്ടനായിരുന്നു എൻ്റെ പാപ്പാൻ. മദപ്പാട് കാലമെത്തിയാൽ എന്നെയും കൊണ്ട് പാപ്പാൻ അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് പോകും. മദപ്പാട് എന്ന നട്ടപ്രാന്തിൽ ഞങ്ങൾ ആനകൾ സ്വയം മറന്ന് ക്രോധാവേശത്തോടെ മുടിയഴിച്ചാടുന്ന മാസങ്ങളിൽ. അപ്പോൾ മാത്രമാണല്ലോ ശരിക്കും പറഞ്ഞാൽ പാപ്പാന്മാർക്ക് അവരുടെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാൻ കഴിയുന്നത്. അന്ന് മദപ്പാടിൻ്റെ വിക്രീസുകളിൽ ഓരോന്നൊക്കെ കാട്ടിക്കൂട്ടുന്ന എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അന്നത്തെ ആ കാളിയും ഇന്നത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം.
ഇപ്പോൾ തൃക്കാരിയൂർക്കാരൻ വിനോദ് ചേട്ടനാണ് എൻ്റെ ഒന്നാം പാപ്പാൻ. ആരുടെ മുഖത്ത് നോക്കി ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ എനിക്കൊരു മടിയുമില്ല. വിനോദേട്ടനെ പോലെ പക്വതയും പദസ്ഥനുമായ ഒരു പാപ്പാനെ ഒത്തുകിട്ടുകയെന്നത് ഒരു നാട്ടാനയുടെ പരിമിതമായ ഭാഗ്യങ്ങളിൽ എടുത്തു പറയേണ്ട സുഹൃതം തന്നെയാണ്. അനാവശ്യമായ ടെൻഷൻ അടിപ്പിക്കില്ല. ആൾക്കൂട്ടങ്ങളുടെയും ആവേശ കമ്മിറ്റികളുടെയും എരിവുകയറ്റലിനൊപ്പം ആനയെ കുത്തിപ്പൊക്കി വീരസ്യം കാണിക്കലില്ല. എന്നാൽ ആഘോഷ കമ്മിറ്റിക്കാർ നിരാശപ്പെടുത്താതെ എൻ്റെ ഗുണഗണങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ നാട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തതും താൻ കൊണ്ടു നടക്കുന്ന മുതലിന് തട്ടുകേടൊന്നും വരാതെ കഴിയുന്നത്ര കാലവും സ്വസ്ഥതയോടെ ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടുള്ളതുമായ ഒരു സമീപനം. എനിക്കെന്നല്ല, നാട്ടാനയായി ജീവിക്കാനിടയായ ഏതൊരു ആനയ്ക്കും അത്തരമൊരു സമീപനമാവില്ലേ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ കഴിഞ്ഞതിൻ്റെ തൊട്ട് മുമ്പത്തെ സീസണിൽ ഞാൻ ശരിക്കും ഒന്ന് വിറച്ചുപോയി. പാലക്കാട് അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ വെളുപ്പാങ്കാലത്ത് ഉത്സവ എഴുന്നള്ളിപ്പ് തീരാൻ നേരത്താണത് സംഭവിച്ചത്. ചിറക്കൽ കാളിദാസൻ പാപ്പാനെ തട്ടിയിട്ടപ്പോൾ എന്ന പേരിൽ കുറേ സഹോദരന്മാർ അത് അപ്പോൾ തന്നെ ചൂടപ്പമാക്കി ഏറിലേക്ക് എറിയുകയും ചെയ്തു. പക്ഷേ രാത്രി മുഴുവൻ ഉറക്കം നിന്ന് വെളുപ്പാങ്കാലത്ത് എഴുന്നള്ളിപ്പ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ഒറ്റ വിചാരവുമായി പാതി ബോധത്തിൽ നിന്നുറങ്ങുന്ന ഒരു ആനയുടെ കൊമ്പിൽ പിടിക്കാൻ മദ്യലഹരിയിൽ ഇടിച്ചു കയറി വരുന്ന ഒരുവൻ്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. വിനോദ് പാപ്പാൻ അവനെ വടിക്കമ്പൻ 1-2 പ്രാവശ്യം തള്ളി അകറ്റി വിട്ടിട്ടും പിന്നെയും ഇടിച്ചു കയറി വന്നാൽ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും? പേരടി നോക്കി ഒന്ന് കൊടുക്കില്ലേ? ഞാനും അത്രേ ചെയ്തുള്ളൂ. പക്ഷെ അയാളുടെ വീട്ടിലിരിക്കുന്നവരുടെ പ്രാർത്ഥന കൊണ്ടെന്നോണം പുള്ളിക്കാരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. എൻ്റെ കലിപ്പിൻ്റെ കാലുഷ്യത്തിൽ വേച്ചു വീണത് വിനോദേട്ടനായിപ്പോയെന്ന് മാത്രം. രാത്രി മുഴുവൻ നീളുന്ന ലോറി യാത്ര കഴിഞ്ഞാവും ചിലപ്പോഴെങ്കിലും ആനകൾ അടുത്ത ഉത്സവ പറമ്പിലേക്ക് എത്തുന്നത്. ഉറക്കച്ചടവിനൊപ്പം വെടിക്കെട്ടിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും ഒക്കെ ശബ്ദ കോലാഹലങ്ങളും. തലയ്ക്കുള്ളിൽ ഒരു പെരുപ്പ് കയറാൻ അധിക സമയം വേണോ? ആനയായാലും മനുഷ്യനായാലും എന്നും എപ്പോഴും നമ്മൾ ഒരേ മൂഡിലായിരിക്കുമോ? അന്ന് ആ സംഭവം കഴിഞ്ഞ് വിനോദേട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ എത്രമാത്രം വിഷമിച്ചു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. ഈ കാളിദാസൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വഭാവത്തിലൊക്കെ വളരെ എന്താ പറയുക, അങ്ങനെ പല ഈ വലിയ വീരനായിട്ടുള്ള ആന ഉയരപ്പെരുമാളൊക്കെ ആണെങ്കിലും സ്വഭാവത്തിലൊന്നും വലിയ ഇതുവരെ ഒരു കാര്യമായ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ഒപ്പിച്ചിട്ടില്ല. അവന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് മറ്റൊരു തോന്നിയേക്കണേ എന്താ ഇത്രയും കാലത്തിനുള്ളിൽ? അതാണ് ഏറ്റവും വലിയ കാര്യം. ഇന്നത്തെ കാലത്ത് ഈ സമൂഹത്തിലെ ആനകൾ വഴക്കില്ലാതിരിക്കുകയാണ് ഏറ്റവും വലിയ കാര്യം. അതാണ് ഏറ്റവും നമ്പർ 1. സമാധാനമായിട്ട് കിടന്നുറങ്ങാം. അതെ, അതൊക്കെ അല്ലേ വലിയ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ അനാവശ്യമായ ഫോണുകൾ വരില്ല. അതന്നെ വലിയ കാര്യം. പിന്നെ ഉത്സവ പറമ്പുകളിൽ നിന്ന് അനാവശ്യമായ ഫോണുകൾ വരില്ല. അതൊക്കെ വലിയൊരു പ്രത്യേകത തന്നെ. അതെ. ഇന്നോളം ഒന്നിൻ്റെയും ജീവൻ എടുത്തിട്ടില്ല, ആരെയും അപായപ്പെടുത്തേണ്ടി വന്നിട്ടില്ല എന്നത് എൻ്റെ കഴിവിനും ഗുണത്തിനും അപ്പുറം ഭാഗ്യമെന്നേ ഞാൻ പറയൂ. നിങ്ങളുടെ സ്നേഹവും ആവേശവും ഒക്കെ മനസ്സിലാവാഞ്ഞിട്ടല്ല, എങ്കിലും ഇത്തിരി അകന്നു നിന്ന് സ്നേഹിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രത്യേകിച്ച് ക്ഷീണിച്ച് മുഷിഞ്ഞു നിൽക്കുന്ന സന്ദർഭങ്ങളിൽ കഴിയുന്നതും ഞങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അഥവാ ഒന്ന് തൊടാനോ വെറുതെ ഒരു ഫോട്ടോ എടുക്കാനോ, ഇനി അതല്ല ഇത്തിരി മധുരം തരാനാണെങ്കിൽ കൂടി ഞങ്ങളുടെ പാപ്പാന്മാരോട് ചോദിച്ച് സമ്മതം മേടിച്ച ശേഷം മാത്രം ഏതൊരു ആനയുടെയും അടുത്തേക്ക് വരിക എന്നതാണ് ഏറ്റവും അഡ്വൈസബിളായിട്ടുള്ള കാര്യം. പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവില്ലേ ചില ഒറ്റച്ചൂടന്മാർ. അരുതാത്തത് സംഭവിക്കാൻ അധിക നേരം വേണ്ടല്ലോ, അതുകൊണ്ട് മാത്രം പറയുന്നു. അതിനെ അങ്ങനെ തന്നെ എടുക്കുകയും വേണം. നമ്മൾ പുറത്തു നിന്ന് കണ്ടിരുന്നൊരു കാളിദാസനുണ്ട്. അതായത് നമ്മൾ എഴുന്നേൽപ്പിന് ചെല്ലുന്നു, വേറെ ആരെങ്കിലും കാളിദാസനെ കൊണ്ടുവരുന്നു. അന്ന് നമ്മൾ കാളിദാസനെ കാണുന്നു, കാളിദാസനെ വിലയിരുത്തുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവൻ്റെ ചുമതല ഏൽക്കുന്നു.
അപ്പോൾ പണ്ട് മാറി നിന്ന് കണ്ടിരുന്ന കാളിദാസനും പിന്നെ നമ്മൾ അവനെ കൊണ്ടു നടന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാളിദാസനും ഉണ്ടല്ലോ. ഈ തമ്മിൽ ഉള്ളൊരു എന്തായിട്ടാണ് തോന്നുന്നത്? അന്ന് എങ്ങനെ വിലയിരുത്തി, പിന്നീട് നമ്മൾ ആ അനുഭവത്തിൽ നിന്ന് എന്താണ് മനസ്സിലാക്കിയത്? കാളിദാസനെ എല്ലാവരും കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ഓർക്കും കാളിദാസൻ ചില സമയത്തൊക്കെ ഇച്ചിരി മസിൽ പിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ ഓർക്കും അത് എന്താണ് അങ്ങനെ എന്ന് ചിന്തിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവണത്. ചില ദിവസം ടാങ്കി കയറ്റി കുളിപ്പിക്കാൻ നേരത്തെ പ്രശ്നമാണ്. പുള്ളിക്ക് കുറച്ച് ആളൊക്കെ കൂടിയ ടാങ്കി കയറി കിടക്കാനൊക്കെ ഭയങ്കര പ്രശ്നം, മടിയാണ്. അന്നേരം നമ്മൾ തല്ലാനൊക്കെ നിന്നാൽ അവിടെ നിന്ന് നമ്മളോട് കുസ്തി പിടിക്കും. നമ്മൾ 2 രോഗിയൊക്കെ പറഞ്ഞൊരു ഇതിലൊക്കെ അവിടെ കയറ്റി കിടത്തിയാൽ ഒരു കുഴപ്പമില്ല. സോപ്പിടലൊക്കെയാണ്. അത് തന്നെയല്ല. ഇപ്പം മച്ചേട്ടൻ ഇറങ്ങി വരുവാണ് ഒന്നോടെ അവിടെ നിന്ന് കുസ്തി പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ ഒന്നും ചെയ്യില്ലല്ലോ എന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെ ഇച്ചിരി നേരം കുസ്തി പിടിക്കും. അപ്പോൾ തല്ലിയൊന്നും നേടാൻ പറ്റില്ല. എന്നുവെച്ചാൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇതിൻ്റെ അടുത്ത് നടക്കുള്ളൂ. തല്ലി നമുക്ക് ഒരു കളി നടക്കില്ല. തല്ലിയാ വെറുതെ തല്ലി പഠിക്കാന്നല്ലാതെ ഒരു കാര്യമില്ല. അതങ്ങോട്ട് തല്ല് കിട്ടും എന്നുള്ള പേടിച്ചതനുസരിക്കുന്ന. നമ്മളിപ്പോൾ ടാങ്കിലേക്ക് കയറി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് തല്ലിയാലും ഇരിക്കില്ല. ആ സമയത്ത് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു മേത്തേക്ക് ഒഴിച്ചു ഒരു 2 ഇതൊക്കെ പറഞ്ഞാൽ അവിടെ കിടക്കും. ഒന്ന് സോപ്പൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു പരിപാടി, ന്യൂട്രൽ പരിപാടിയാണ് കാര്യങ്ങൾ. ഒരു ന്യൂട്രലിൽ പോകാൻ ഇഷ്ടപ്പെടുന്ന പൊതുവെ വഴക്കില്ലല്ലോ. അത് കാരണം ഈ പറഞ്ഞ കാര്യം വലിയ ഇതിൻ്റെ ആവശ്യമില്ല. പിന്നെ ആ മതപ്പാടിൻ്റെ കാലത്ത് മാത്രം ഇത് ശ്രദ്ധിക്കണം. അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം ഈ ആദ്യത്തെ വർഷം മതപ്പാടിയിൽ നിന്ന് അഴിക്കുമ്പോൾ വിനോദിയേട്ടൻ്റെ ഒരു അനുഭവം, 5 വർഷം കഴിഞ്ഞ് ഇപ്പം ആ മതപ്പാട് കഴിഞ്ഞ് അഴിക്കാൻ നേരത്തുള്ള, അല്ലെങ്കിൽ മതപ്പാട് കഴിഞ്ഞ് അഴിക്കാൻ നേരത്തുള്ള വ്യത്യാസം 5 വർഷം കൊണ്ട് വന്നേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ആദ്യത്തെ മതപ്പാടിൽ കാലൊക്കെ മാറാൻ ഭയങ്കര പ്രശ്നം ഓടിക്കലൊക്കെ ആയിരുന്നു. ഓടിക്കലും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് മതപ്പാടി കെട്ടിയിട്ട് നമുക്ക് ഒരു പ്രശ്നമില്ല. ചെന്ന് പുറമെ നിന്നാൽ കാല് കഴുകാം, അമരത്തെല്ലാം മാറ്റി ചങ്ങലയൊക്കെ കെട്ടാം. നീര് കഴിയുമ്പോൾ ആണെങ്കിലും ചെന്ന് കഴിയുമ്പോൾ കണയിറക്കി മൂത്രമൊഴിക്കും, ഇരിക്കാൻ പറയുമ്പോഴത്തേക്ക് ഇരിക്കും. വലിയ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതിന് തല്ലും മേടിക്കണില്ല. എന്ന് വെച്ചാൽ നീര് കഴിഞ്ഞാലും ഒരു അടി പോലും മേടിക്കാറില്ല. കെട്ടിയഴിക്കേണ്ട ആവശ്യം അല്ലെങ്കിലും ഇല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നീര് ചെല്ലുമ്പം അമരം മാറാൻ, കഴുകാൻ കൂടെയുള്ള എല്ലാം ചെയ്യാം. അത് കാരണം പിന്നെ വേറെ അതുപോലെ തന്നെ ഭക്ഷണം വെച്ച് കൊടുത്താലും പള്ളകളെല്ലാം എടുത്ത് അത്യാവശ്യമൊക്കെ കുറച്ച് കഴിക്കും. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ വേറെ വലിയ ശല്യങ്ങളൊന്നുമില്ല. വിനോദേട്ടന് മുമ്പ് എന്നെക്കൊണ്ട് നടന്നിട്ടുള്ളതിൽ മാമ്പി എന്ന ശരത്തായിരുന്നു എടുത്തു പറയേണ്ടുന്ന മറ്റൊരാൾ. മൂപ്പരുടെ പണിത്തരം അത് മറ്റൊരു സ്റ്റൈലായിരുന്നു. ഒരർത്ഥത്തിൽ ആൾക്കൂട്ടങ്ങൾക്ക് ഹരമായ ഒരു സെലിബ്രിറ്റി കോംബോ എന്നും ആ കൂട്ടുകെട്ടിനെ വിശേഷിപ്പിക്കാം. കൊമ്പും ശരീരവും എന്നല്ല, എൻ്റെ നഖങ്ങൾ പോലും എപ്പോഴും തേച്ചുരച്ച് കഴുകി കുട്ടപ്പനാക്കി കൊണ്ട് നടക്കുന്നത് പുള്ളിക്കാരൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു എന്നത് എടുത്തു പറയണം. ഒടുവിൽ ചെറിയ ചില പ്രശ്നങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും ഈഗോ ക്ലാഷിൻ്റെയും പേരിൽ മാമ്പി എന്നിൽ നിന്നും മാറിയപ്പോൾ എനിക്ക് ചെറുതല്ലാത്ത സങ്കടവും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ആരാണ് ഇനി ചുമതലയേൽക്കാൻ വരുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അങ്ങനെയാണ് വിനോദേട്ടൻ വരുന്നത്. മാമ്പി മാറി വിനോദേട്ടൻ ചുമതലയേറ്റപ്പോൾ ആനഫീൽഡിലുണ്ടായ ചൂടും പകയും ചെറിയ വിവാദങ്ങളും ഞാനും അറിയുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ വലിയ ഉടക്കിലാണെന്നും കണ്ടാൽ പോലും മിണ്ടില്ല എന്നുമൊക്കെ പലരും പ്രചരിപ്പിച്ചു. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ലെന്ന് 2 പേർക്കുമിടയിലെ മൂകസാക്ഷിയായി എനിക്ക് പറയാൻ കഴിയും. തുറവൂർ ക്ഷേത്രത്തിൽ ഉൾപ്പെടെ ഒട്ടേറെ ഉത്സവങ്ങളിലും അമ്പലങ്ങളിലും ഞങ്ങൾ കണ്ടുമുട്ടി. ഞാൻ അച്ഛൻ മരിച്ചിട്ട് പോകുന്നതാണ്. ആൾക്കാർ പലവരും പറഞ്ഞ് മാമ്പിനോടൊന്ന് പറഞ്ഞു വിട്ടു. അത് മധുവേട്ടൻ അറിയാൻ കാര്യം എന്താണ്. ഞാൻ ഇന്ന് 5 കൊല്ലത്തടുത്ത് പണിയെടുത്തു. ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. ഞാൻ അവിടെ പണിക്ക് ചെല്ലുന്നു എന്നോട് പറഞ്ഞു, ഞാൻ ശിവനാന കഴിക്കാൻ അറിയാമല്ലോ, ശിവനാന കഴിക്കാൻ വന്ന അങ്ങനെയാണ് കാളിദാസനാനൊക്കെ പോകണം. അപ്പോൾ പറഞ്ഞു മധുവേൻ്റെ അടുത്ത് നിൽക്കാൻ പാടാന്ന് പറഞ്ഞു. എനിക്ക് അത്രയും കൊല്ലം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പൈസയ്ക്കോ ആനക്കൊക്കെ ഒരു കാര്യങ്ങൾക്ക് മുമ്പ് പുള്ളി പിന്നെ എല്ലാ ഉടമസ്ഥന്മാരെ വിളിച്ചു ചോദിക്കത്തൊന്നുമില്ല. ആന എവിടെ, ആന സീസണിൽ ഇറങ്ങി ഒരു വിളി പോലും നമ്മൾ വിളിക്കത്തില്ല. പുള്ളിക്ക് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ ഭംഗിയാക്കുമെന്ന് അറിയാം. കെട്ടാറാകുമ്പോഴേ അങ്ങോട്ട് ചെല്ലുകൊള്ളാണ്. പിന്നെ അതിന് ശേഷം നീര് കെട്ടാൻ വേണ്ടി ചെല്ലുവാണ്. പുതിയ ആനകളുമായി ഉത്സവങ്ങൾക്ക് എത്തുന്ന മാമ്പിയാശാനോട് സുഖമല്ലേ എന്ന് എനിക്കും ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഒരാനയിൽ നിന്നൊരു പാപ്പാൻ ചുമതല ഒഴിഞ്ഞാൽ, ആന പുതിയ പാപ്പാൻ്റെ ചുമതലയിലായിക്കഴിഞ്ഞാൽ പിന്നീട് പഴയ പാപ്പാൻ ഒരു പരിധിക്കപ്പുറം ആ ആനയുടെ അടുത്തേക്ക് വരില്ല, വരാൻ പാടില്ല എന്നതാണ് ആനലോകത്ത് തുടർന്നു പോരുന്ന അലിഖിത നിയമം. പഴയ പാപ്പാൻ്റെ സാന്നിധ്യം പുതിയ കൂട്ടുകെട്ടിനിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്ന മുൻകരുതലും ജാഗ്രതയുമാവണം ഇങ്ങനെ ഒരു രീതി തുടർന്നു പോരുന്നതിൻ്റെ പിന്നിലെ യുക്തി. ഇപ്പോൾ
ഇപ്പോൾ ദേ കൊല്ലങ്കോട്ട് ഒരു ആറാട്ടുത്സവത്തിന് എത്തിയതാണ് ഞങ്ങൾ രണ്ടു കൂട്ടരും. മാമ്പി അണ്ണനും അക്കാവിള വിഷ്ണുനാരായണനും കുളി കഴിഞ്ഞ് അടുത്ത പൂരപ്പറമ്പ് പിടിക്കാനുള്ള തിടുക്കത്തിലും. ആനകൾക്കായാലും മനുഷ്യർക്കായാലും ജീവിതം തന്നെ ഒരു ഓട്ടപ്പാച്ചിലായി മാറുന്ന ഇക്കാലത്ത് ഇങ്ങനെ ഇത്രയും അടുത്ത് കണ്ടുമുട്ടുന്ന സന്ദർഭങ്ങളിൽ എൻ്റെയും മാമ്പിയണ്ണൻ്റെയും കണ്ണുകൾ ഇടയ്ക്കിടെ കൂട്ടിമുട്ടി പിൻവാങ്ങുന്നുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. ചിറക്കൽ കാളിദാസൻ്റെ കഥകളും ചിന്തകളും കൊല്ലങ്കോടിൻ്റെ അസുലഭ കാഴ്ചകളും അത് ഇവിടെ തീരുകയല്ല, മറ്റൊരു അധ്യായത്തിലേക്ക് വളരുകയാണ്.